അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബിയുടെ വീട്ടിൽ അതാ ഫർസാനയുടെ ആദ്യത്തെ ദിവസം അവളെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണ് നമ്മുടെ സൈത്തൂൻ ബീവി. കൂടുതലായി അവളോട് ഇടപഴകുന്നതും അവളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നതുമായിട്ടും നമ്മുടെ അറബിക്ക് മനസ്സിലായി തുടങ്ങി. അദ്ദേഹം വിചാരിച്ചു, ഇവിടെയുള്ള സെർവൻസിനോടൊന്നുമില്ലാത്തൊരു സ്നേഹം, എന്താ റബ്ബേ ഇവൾക്കിത്. എനിക്ക് എൻ്റെ കൂടെ അവളൊന്ന് ശരിക്കും സംസാരിക്കുവാൻ പോലും സമയം കണ്ടെത്തുന്നില്ലല്ലോ. രാത്രി കാലങ്ങളിൽ ഒരുപാട് സമയം മട്ടുപ്പാവിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടും കഥകൾ പറഞ്ഞുകൊണ്ടും ഇരിക്കാറുള്ള അവൾ ഇന്ന് എൻ്റെ അടുക്കിലേക്ക് വന്നതേയില്ല. അറബി ആകാശഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആ ഒരു തണുത്ത കാറ്റിൽ ഇരിക്കുകയാണ്. ഒരുപാട് സമയം തൻ്റെ സൈത്തൂൻ ബീവിയെ അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ വന്നില്ല, അവൾ വന്നില്ല. അവളോട് കഥ പറഞ്ഞിരിക്കാൻ അത് വല്ലാത്തൊരു സുഖമാണ്. മക്കളില്ലെങ്കിലും അവളെ എനിക്ക് മോളെപ്പോലെയാണ്. അതുകൊണ്ട് തന്നെ അവളോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കാനും അത് വല്ലാത്തൊരു രസമാണ്. പക്ഷേ അവൾ വരുന്നില്ല. സൈത്തൂൻ ബീവിയെ കാത്തിരുന്ന് അറബി. പക്ഷേ സൈത്തൂൻ ബീവിക്കാണെങ്കിൽ ഫർസാന വീട്ടിലെത്തിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. അവളോടൊത്ത് ചിരിച്ച് കളിച്ചിരിക്കുക, അവൾക്ക് സ്നേഹം പകരുക, അങ്ങനെ ആ രീതിയിൽ ശരിക്കും ഫർസാന അത്ഭുതപ്പെടുകയാണ്. പഠിച്ചോനെ, ഞാൻ എത്രമാത്രം സുഖത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സ്ഥിതിഗതികൾ എന്തായിരിക്കും റബ്ബേ. അവർ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാകും. ആ രാത്രിയിലതാ സെർവൻസ് ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നു. ബീവി, ഫുഡ് റെഡി. എവിടെ അർബാവ്? എവിടെ? അർബാവ് മട്ടുപ്പാവിലായിരിക്കും, ഞാനൊന്ന് പോയി നോക്കട്ടെ. അങ്ങനെ അതാ സൈത്തൂൻ ബീവി ഫർസാനോട് യാത്ര പറഞ്ഞുകൊണ്ട് ആ ഒരു കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലേക്ക് കയറി ചെല്ലുന്നു. ഒറ്റയ്ക്കിരിക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ പിറകിലൂടെ കൈയിട്ടുകൊണ്ട് തോളിൽ പിടിച്ച് അവൾ വിളിച്ചു, സെയ്ഫ്. എന്താ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞോ? ഹോ, നീ വന്നോ പെണ്ണെ. എന്തിനാ എന്നെ ഇങ്ങനെ മൂഡ് ഓഫ് ആക്കുന്നത്? സത്യം പറഞ്ഞാൽ എന്നും നമ്മൾ അല്പസമയം ഇവിടെ ഇരുന്ന് സംസാരിക്കാറുണ്ടല്ലോ. അതിന് നീ വരാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടോ. എന്തെന്നറിയില്ല, നിനക്ക് എന്നോട് പഴയ ആ സ്നേഹമില്ലേ? എന്നിൽ നിന്ന് ആ സ്നേഹം പകുതി കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ എനിക്കൊരു തോന്നാണ്. അതുകൊണ്ടാണ്. സേഫ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. പിന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ അവർ നല്ല രീതിയിൽ സ്വീകരിക്കേണ്ടത് നമ്മളെ കടമയല്ലേ? ആ, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ ഭർത്താവായ എന്നെ നീ മറക്കുന്നത് ശരിയല്ല കേട്ടോ. എൻ്റെ മനസ്സ് വേദനിച്ചാൽ പിന്നെ നിനക്ക് എന്താടേ ഉണ്ടാവുക? യാ സേഫ്, എന്നോട് ക്ഷമിക്കണം, സോറി. അവളൊരു ഗസ്റ്റ് അല്ലേ, അപ്പോൾ അവൾക്ക് വേണ്ട പരിഗണന കൊടുക്കാഞ്ഞാൽ എന്തെങ്കിലും തോന്നിപ്പോകും എന്ന് കരുതിയിട്ടാണ്. അവളുടെ കൈകൾ അദ്ദേഹം പിടിച്ചുകൊണ്ട് ചോദിച്ചു, യാ സൈത്തൂൻ, നിനക്ക് എന്തിൻ്റെ കേടാണ്? നമ്മൾ എന്ത് കരുതിയിട്ടാണ്? എന്താണ് നിൻ്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അറബിയുടെ ആ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സേഫ്, എന്താ, എനിക്കൊരു കൂട്ടുകാരിയെ വേണമെന്ന് തോന്നി. ഒരു പങ്കാളിയെ. പങ്കാളിയോ? എന്ത് നീ ഉദ്ദേശിക്കുന്നത്? അതെ, എനിക്കൊരു പങ്കാളിയെ പോലെയാണ് അവളുള്ളത്. കൂട്ടുകാരി, കൂടപ്പിറപ്പ്, അതേ ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളൂ കേട്ടോ. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഡി, എന്തൊക്കെയോ എന്നിൽ നിന്ന് നീ ഒളിച്ചു വെക്കുന്നുണ്ട്. നീ ഇങ്ങനെയല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അറബിക്ക് ശരിക്കും ടെൻഷൻ വന്നതുപോലെ. യാ സേഫ്, എന്നോട് പിണങ്ങല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുന്നിലേക്ക് നടന്നു പോയ അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ച് അവൾ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു, സേഫ് പ്ലീസ്, അങ്ങനെയൊന്നുമല്ല. ഇന്നൊരൊറ്റ ദിവസമല്ലേ ഞാൻ സൈഫിൻ്റെ കൂടെ ഇരിക്കാത്തതായിട്ടുള്ളൂ. പിന്നെ ഞാനെന്തിനാ വന്നതെന്നോ? താഴെ ഫുഡ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുവാൻ വേണ്ടി സൈഫിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി വന്നു. സൈഫിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ ബീവി നല്ല സന്തോഷത്തോടു കൂടി നടക്കുകയാണ്. ആ ടേബിളിൻ്റെ ഒരു ഭാഗത്തായിട്ട് സൈഫ് ഇരുന്നു. സൈത്തൂൻ, ഇരിക്കൂ. ആ, ഇരിക്കാം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അതാ ഫർസാനയുടെ റൂമിലേക്ക് പോകുന്നു. ഫർസാന, ഫർസാന. ആ,
ഫുഡ് കഴിക്കാൻ സമയമായി, വാ ഫുഡ് കഴിക്കാം. അല്ലോ ഫുഡോ? അത് എവിടെന്ന്? ഞാൻ അടുക്കളയുടെ ഭാഗത്ത് പോയിട്ട് കഴിച്ചോളാം. ഹേയ് നോ, ഇവിടെ വാടി എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫർസാനയുടെ കൈ പിടിച്ച് അവൾ വലിക്കുന്നു. വേണ്ട, അർബാവുള്ള ആ സ്ഥലത്ത് ഞാൻ ഇരിക്കുന്നില്ല. എന്താ പെണ്ണ് നീ ഇങ്ങനെ? നിനക്ക് ഭയമാണോ? എന്തിന്? അങ്ങനെയൊന്നുമല്ല, ക്രൂരനല്ല ഒരിക്കലും അറബി. നല്ല സ്നേഹനിധിയായ ഒരു ഭർത്താവാണ്. അപ്പോൾ ക്ഷമിക്കണം, നിങ്ങളുടെ ഭർത്താവല്ലേ? ഞാനവിടെ ഇരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല, നീ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നു. വീൽ ചെയറിലിരിക്കുന്ന ഉമ്മയെ യാ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് സൈത്തൂൻ ബീബി കൊണ്ടുവരുന്നു ആ ടേബിളിനടുത്തേക്ക്. ശരിക്കും ആ ഉമ്മ ഞെട്ടിപ്പോയി. എന്ത്? എൻ്റെ മരുമകളും എൻ്റെ മകനും ഞാനും മാത്രം ഇരിക്കുന്ന ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സെർവൻ്റ് പെണ്ണ് ഇരിക്കുകയോ? ആ ഉമ്മ ശരിക്കും അത്ഭുതത്തോടെ സൈത്തൂൻ ബിയുടെ മുഖത്തേക്ക് നോക്കി. യാ സൈത്തൂൻ, എന്താണിത് എന്നുള്ള രീതിയിൽ ആ ഉമ്മ പറഞ്ഞപ്പോൾ ശരിക്കും സൈത്തൂൻ ബിബി ഉമ്മയുടെ മുഖത്ത് നോക്കി. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള രീതിയിൽ അറബി വാക്കിൽ പറഞ്ഞു. എന്താണ് അതിൻ്റെ പൊരുളെന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല. പക്ഷെ സാധാരണയായി അറബികളുടെ ഇടയിൽ ഫുഡ് അവർ കഴിക്കുന്നത് തന്നെ വലിയൊരു തളികയിൽ ചുറ്റുഭാഗത്തുനിന്നുമായി എല്ലാവരും കൂടിയാണ്. അതേ സിസ്റ്റം തന്നെയായിരുന്നു അന്നും അവിടെ. ശരിക്കും ഫർസാനക്ക് ഭയം തോന്നി. പഠിച്ചോനെ, അറബികളുടെ ഇടയിൽ ഞാൻ അവരുടെ ഇടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കേ, അതാർക്കും ഇഷ്ടപ്പെടില്ല. അവൾക്ക് ആകെ ഭയമായി. അവൾ വിറക്കുകയാണ്. അവൾ ദയനീയതയോടെ സൈത്തൂൻ ബീവിയോട് പറഞ്ഞു, ബീവി ഞാൻ പിന്നെ ഇരുന്നോളാം, നിങ്ങൾ കഴിച്ചോളൂ. ഹേയ് നോ ഫർസാന, ഇവിടെ ഇരിക്കൂ, ഇതിൽ നിന്ന് കഴിക്കൂ, നീ എൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അറബി പെണ്ണ് അവളെ നിർബന്ധിപ്പിക്കുന്നു. അവൾക്ക് ആകെ ഭയം ഉണ്ടായിരുന്നു. എന്തെന്നറിയില്ല, അർബാവക്ക് അതിനോട് കൂടുതൽ താല്പര്യം തോന്നിയില്ല. എന്തൊക്കെ തന്നെയായാലും അവളൊരു അന്യ പെണ്ണാണ്. എൻ്റെ ഭാര്യയും ഉമ്മയും ഇരിക്കുന്ന പോലെയല്ല ഈ ഒരു ഭക്ഷണത്തളികയുടെ മുമ്പിൽ അവൾ ഇരിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നത് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല, അത് തികച്ചും തെറ്റല്ലേ എന്നൊരു ബോധ്യം അയാളിൽ ഉണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹം അതിനോട് കൂടുതൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും സൈത്തൂൻ ബീബി ചോദിക്കുന്നുണ്ട്, അർബാവ് എന്തു പറ്റി? എന്താ ഒരു മൂഡ് ഓഫ്? എന്താ ഫുഡ് ടേസ്റ്റ് കുറവുണ്ടോ? ഹേയ് അൽഹംദുലില്ലാ, അടിപൊളി ഫുഡാണ്. ഉമ്മി എന്തു പറ്റി? ഉമ്മിക്കും എന്തോ ഒരു ലാ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അവരും പറഞ്ഞു. ഫർസാന, നീയും എന്താണ് ഒന്നും മിണ്ടാതെ? എന്തെങ്കിലുമൊക്കെ മിണ്ടി പറയോ? ഇതൊക്കെ നമ്മുടെ കുടുംബം തന്നെയാണ്. ഇത് ഉമ്മി, അത് ഭർത്താവ് സെയ്ഫ്. അവൾ വളരെയധികം സന്തോഷത്തോടെ അവരെയെല്ലാം പരിചയപ്പെടുത്തുമ്പോൾ ശരിക്കും ഉമ്മക്കും അർബാവക്കും മനസ്സിനുള്ളിൽ ചെറിയ എന്തോ ഒരു തോന്നൽ ഉണ്ടായി തുടങ്ങി. ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് അവൾ പ്ലേറ്റ്സ് എടുക്കുമ്പോൾ, ആ തളിക എടുക്കുമ്പോൾ അവളത് വാങ്ങി വെച്ച്. ഹേയ് നോ, അതൊക്കെ സെർവൻസ് എടുക്കില്ലേ, നീ കൈ കഴുകിക്കോ. അവൾ ശരിക്കും അത്ഭുതപ്പെടുകയാണ്. പഠിച്ചോനെ, ഞാൻ എന്തീ കാണുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്നത് സത്യമാണോ? കേൾക്കുന്നത് സത്യമാണോ? എനിക്കറിയുന്നില്ല. അതോ സ്വപ്നമാണോ? എനിക്ക് ഇത്രയും വലിയൊരു അറബി വീട്ടിൽ സ്വീകരണം, സ്വന്തമായ റൂം, കാര്യങ്ങൾ ഫുള്ള് സെറ്റപ്പ്, ഞാൻ ശരിക്കും ഒരു രാജകുമാരിയെ പോലെ ജീവിക്കുന്ന, ഇതെന്താ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കറിയുന്നില്ല. അവളാകെ അജബായി നിൽക്കുകയാണ്. ഹേയ്, അജബായി നിൽക്കുകയാണോ? വേണ്ട, എന്തിന്? നമുക്ക് ഗാർഡനിലേക്ക് വന്ന് നടക്കുവാൻ വേണ്ടി പോകാം. എന്നാൽ നിനക്ക് നിൻ്റെ മൂഡ് ഓഫൊക്കെ അങ്ങ് മാറും. ഈ രാത്രിയിലോ? അവൾ ചോദിച്ചു. അതിനെന്താ, ഞങ്ങൾ രാത്രിയല്ലേ സാധാരണയായിട്ട് അറബികൾ പുറത്തിറങ്ങാറുള്ളത്? അതെ, ഞങ്ങൾക്കിഷ്ടം എപ്പോഴും അങ്ങനെ തന്നെ. ഇന്ന് ഈവനിങ്ങിൽ നമുക്കൊരു യാത്ര പോകണം എന്ന് വിചാരിച്ചതായിരുന്നു. നീ വന്ന ഈ ഒരു ദിവസം തന്നെയായിട്ട് ഇനി നിനക്ക് ബുദ്ധിമുട്ടാവോ, ടയേർഡാവോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കൂടുതൽ നിർബന്ധിക്കാത്തത്. നാളെ മുതൽ ഇൻഷാ അല്ലാ നമുക്ക് ഈവനിങ്ങിൽ ഒന്ന് കറങ്ങാൻ പോകണം. അവളോടുള്ള കൂടുതൽ സ്നേഹം കാണിക്കലും എല്ലാം കൂടി കണ്ടപ്പോൾ ശരിക്കും ഉമ്മക്കും അറബിക്കും ശരിക്കും എന്തൊക്കെയോ തോന്നി തുടങ്ങുകയാണ്. അങ്ങനെയതാ ആ രാത്രിയിൽ അവൾ അറബിയുടെ റൂമിലേക്ക് വരാൻ അല്പം വൈകിപ്പോയി. സൈത്തൂനെ കാത്തിരിക്കുകയാണ് അറബി. പക്ഷെ അവൾ വരുന്നേയില്ല. അവർ രണ്ടുപേരും അവിടെ നല്ല സംസാരത്തിലാണ്. ഒരുപാട് സമയത്തിന് ശേഷം അറബിയുടെ റൂമിലേക്ക് അതാ സൈത്തൂൻ കടന്നു വരുന്നു. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ കാത്തിരുന്ന്
ഉറങ്ങിപ്പോയെന്ന് മനസ്സിലാക്കിയ അവൾ അദ്ദേഹത്തെ വിളിച്ചില്ല. പതുക്കെ പാവമല്ലേ, ഉറങ്ങിക്കോട്ടെ, നല്ല ക്ഷീണം കാണും എന്ന് കരുതിയിട്ട് അവളതാ പതുക്കെ ആ റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. അവളുടെ മനസ്സിൽ പല പല ചിന്തകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഫർസാനയെയും എൻ്റെ ഹസ്ബൻഡിനെയും അടുപ്പിക്കണം. എൻ്റെ സെയ്ഫും ഫർസാനയും നല്ല ചേർച്ചയായിരിക്കും. എന്തൊക്കെ തന്നെയാലും അവൾ നല്ല മനോഹരമായൊരു കുട്ടിയാണ്. ശരിക്കും അറബി അല്ലെങ്കിലും അറബി ലുക്കിൽ തന്നെയാണ്. ആ പർദ്ദയെല്ലാം ധരിച്ചു വന്നപ്പോൾ ശരിക്കും ഒരു അറബി പെണ്ണിൻ്റെ ലുക്കുണ്ട്. എന്തായാലും വേണ്ടില്ല, അവരെ തമ്മിൽ പരസ്പരം അടുപ്പിക്കണം. അതാണ് എൻ്റെ പ്ലാനിങ്. അറബി നല്ല ഉറക്കത്തിലാണ്. അറിയാതെ തിരിഞ്ഞു കിടന്നപ്പോൾ അവളുടെ കൈകൾ അയാളുടെ കൈകളിൽ തട്ടി അയാൾ ഉണർന്നു. സെയ്തൂൻ, നീ എവിടെയായിരുന്നു? എത്ര സമയമായി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ കുറച്ച് സമയമായിട്ടുള്ളൂ വന്ന് കിടന്നിട്ട്. പിന്നെ നിങ്ങൾ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി ക്ഷീണം കാണും, ഉറങ്ങിക്കോളൂ. ഹേയ്, എനിക്ക് ക്ഷീണമൊന്നുമില്ല. അറബി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വെള്ളം കുടിച്ചു. സെയ്തൂൻ ബീവിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവളുടെ ആ മൃദുലമായ കൈകളിൽ പതുക്കെ തലയൊടിക്കണ്ട്. സെയ്തൂൻ ബീവിയോട് അറബി ചോദിക്കുന്നു, അല്ല സെയ്തൂൻ, ഞാൻ നിന്നോട് അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. നീ ചെയ്തത് ശരിയാണോ? സെയ്ഫ്, യാ സെയ്ഫ്, എന്താ നീ പറയുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? അതെ, നിനക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്തു പറ്റി നിനക്ക്? 2 ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. യാ സെയ്ഫ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂടപ്പിറപ്പ്. അവൾ നമ്മളുടെ കൂടെ ഭക്ഷണം കഴിച്ചെന്ന് കരുതിയിട്ടാണോ ഇത്ര വലിയ തെറ്റ്? ഹേയ്, തെറ്റല്ല. നിനക്കറിയില്ലേ, അതൊന്നും നമ്മുടെ നിയമങ്ങൾക്ക് അനുസരിച്ചുള്ളതല്ല എന്ന്. അതൊക്കെ തെറ്റായ നിയമല്ലേ? ശരിയാണ്, എല്ലാവരും കൂടി ആണെങ്കിൽ ഓക്കെ. പക്ഷേ ഏതോ ഒരു അന്യ പെണ്ണ് എൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ആ തളികയിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അറിയാതെ ആ കൈകൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടിയാൽ, അറിയാതെ ആ ഫേസുകൾ, ആ കണ്ണുകൾ തമ്മിലൊന്ന് ഇടഞ്ഞാൽ പല തെറ്റുകൾക്കും അത് കാരണമാവില്ലേ എൻ്റെ സെയ്തൂൻ? നിനക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? നീ കൊച്ചു കുട്ടിയെപ്പോലെ എന്താ കളിക്കുന്നത്? നിന്നെ പിണക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത്. മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. നീ കണ്ടില്ലേ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റത്? നീ എന്നെ നിർബന്ധിച്ചില്ലേ? എന്ത് പറ്റി സെയ്ഫ്, കഴിക്ക് എന്ന് പറഞ്ഞ്? എനിക്ക് എങ്ങനെ കഴിക്കാൻ കഴിയും? നീ എന്തേ ചെയ്യുന്നത്? നിൻ്റെ സ്വഭാവമാകെ മാറിയിരിക്കുന്നു. ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ പെണ്ണ്, നിനക്കെന്തോ പറ്റി. ഹേയ് നോ സെയ്ഫ്, അവൾ അറബിയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ കണ്ണുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. സെയ്ഫ്, എനിക്ക് യാതൊരു പ്രോബ്ലമില്ല. എന്ത് ചെയ്യാം, എൻ്റെ മനസ്സിലോരോ ആഗ്രഹങ്ങൾ അങ്ങനെ തോന്നുകയാണ്, അതുകൊണ്ട് മാത്രമാണ്. അതിനെന്താ, എൻ്റെ കൂടപ്പിറപ്പ് പോലെയല്ലേ അവൾ. എന്താ, എന്തു പറ്റി? പിന്നെ സെയ്ഫ്, കുതിരസവാരി നാളെ അവളൊന്ന് പഠിപ്പിക്കണം. എനിക്ക് ബൈഹാർട്ടാണല്ലോ, ഞാൻ ഓടിക്കുമല്ലോ. അപ്പോൾ അവളെ പഠിപ്പിക്കാൻ അർബാവ് വരുമോ? സെയ്തൂൻ, നീ എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? ഞാൻ അവളെ കുതിരസവാരി പഠിപ്പിക്കേ? ആളുകൾ പറയുന്നതല്ല, എൻ്റെ മനസ്സാക്ഷിക്കത് യോജിക്കുന്നതല്ല. എനിക്കത് നടക്കില്ല. കുതിരസവാരി പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ തന്നെയായാലും പല രീതിയിൽ സ്പർശനങ്ങൾ ഏൽക്കേണ്ടി വരും. പലതും അവരോട് പറയേണ്ടി വരും. എന്തിന്? ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കി ഞാൻ അതൊക്കെ പഠിപ്പിക്കും? ഞാൻ എന്താ ഇത് പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ മാസ്റ്ററോ? എന്താ നിനക്ക്? സെയ്ഫ്, അങ്ങനെയൊന്നുമില്ല. അവൾ പാവമാണ്. അവളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം, എനിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്നോട് സ്നേഹമില്ലല്ലേ? അവൾ തൻ്റെ ഭർത്താവിനെ ഓരോന്നോരോന്നിനായി അതാ നിർബന്ധിക്കുന്നു. സത്യസന്ധനായ ഇസ്ലാമിക നിയമങ്ങൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അദ്ദേഹത്തിന് അതൊട്ടും താല്പര്യവുമില്ലായിരുന്നു. ബീവി അതിനു വേണ്ടി തുനിയുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉമ്മക്ക് അതാ കോഫി കൊണ്ടു കൊടുക്കുകയായിരുന്ന സെർവൻ്റ് അറബിക്കുമുള്ള കോഫിയും അവർക്കുമുള്ളതെല്ലാം കൊണ്ടുവച്ച് സെർവൻ്റ് പോയപ്പോൾ അതാ അറബി ഉമ്മയെയും വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് തൻ്റെ മകൻ സെയ്ഫ് അതാ ഗാർഡനിലേക്ക് പോകുന്നു. മോനെ, യാ സെയ്ഫ്, ഇവിടെയുള്ള ഈ ഓരോ മഞ്ഞത്തുള്ളികൾ ഇങ്ങനെ പൂകളിലേക്ക് ഉറ്റിയിട്ട് വീഴുന്ന് കാണാൻ എന്ത് ഭംഗിയാണ് മോനെ, അല്ലേ? എത്ര മനോഹരമാണ് ഈ പ്രഭാതം. ഉമ്മി, അതെ, വളരെയധികം മനോഹരമാണ് ഈ പ്രഭാതം. പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ ഈ പ്രഭാതമെല്ലാം വിടർന്നു വരുമ്പോൾ
അതിൻ്റെ ആ ഭംഗിയെല്ലാം നഷ്ടപ്പെടും അല്ലേ? പിന്നീട് അതൊരു വല്ലാത്ത സഹിക്കാൻ കഴിയാത്തൊരു ചൂടായി മാറും അല്ലേ? എന്താ മോൻ ഇങ്ങനെയൊക്കെ സാഹിത്യം പറയുന്നത്? അല്ലുമ്മ, പ്രഭാതമായിരിക്കുന്നതാണ് എപ്പോഴും ജീവിതത്തിൽ നല്ലത്. സെയ്ത്തൂൻ എനിക്ക് പ്രഭാതമായി തന്നെ തുടരുകയാണ്. അവൾ വിരിഞ്ഞ് നട്ടുച്ചയാകുന്നത് ഞാൻ പലപ്പോഴും ഭയപ്പെടുന്ന ഒന്നാണ്. പക്ഷേ നമ്മുടെ ആ പ്രഭാതത്തിലേക്ക് പതുക്കെ മറ്റൊരാളുടെ കൂടി കൊണ്ടുവന്നാൽ എന്തായിരിക്കും ഉമ്മ? മോനെ, അത് ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് അവൾ എന്ത് കരുതുമെന്ന് കരുതിയെടുത്തൊന്നും മിണ്ടിയില്ല. സത്യമായിട്ട് മോനെ, എന്താണ് അവളുടെ ഉദ്ദേശം? അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിന്റെ ഭാര്യയ്ക്ക് ഇതെന്ത് പറ്റി? നിന്റെ കൂടെ ഇരുത്തി അവളെ ഭക്ഷണം കഴിപ്പിക്കുന്നു, വീടിൻ്റെ അകത്തളത്തിൽ ഒരു റൂം നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതിനർത്ഥം? എനിക്കൊന്നും മനസ്സിലാകില്ല എൻ്റെ മോനെ. ഇവിടെ 2 ഉണ്ട് സെർവൻസ്. അവർക്കുള്ള വീടും അവർക്ക് എല്ലാം അവരുടെ പുറത്താണ്. ഈ കൊട്ടാരത്തിൻ്റെ ഈ ഭാഗത്തേക്ക് പ്രവേശനമില്ല. നമ്മളുടെ മാത്രം അറബികൾ മാത്രം ഒത്തുകൂടുന്ന സ്ഥലവും കാര്യങ്ങളുമാണിത്. ഇതിപ്പോൾ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഒന്നുമില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? അങ്ങനെ ഒരു ഉമ്മ, ഞാനെന്ത് പറയാനാ? ഞാൻ പലതവണ വിലക്കിയതാണ്. പക്ഷെ അവൾക്ക് അത് കൂടിയേ തീരൂ. അവളുടെ നിർബന്ധമാണ്. മോനെ, എനിക്കെല്ലാം മനസ്സിലാകുന്നു. എൻ്റെ കുട്ടി തെറ്റുകൾ പറ്റാതെ നല്ല രീതിയിൽ പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കണം. എങ്കിൽ വിജയമുണ്ടാകും. പൂന്തോട്ടത്തിലൂടെ ചുറ്റിക്കറങ്ങി ആ ഒരു വീൽചെയറുമായി അതാ ഉമ്മയുടെ സ്ഥിരമായി കാഴ്ചകൾ കാണുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും അവിടേക്കുള്ള ഹെവി ഫുഡെല്ലാം സെറ്റായിരുന്നു. സെയ്ത്തൂൻ ബീവിയെ ഒറ്റയ്ക്കിപ്പോൾ കാണാനേ കിട്ടുന്നില്ല. എപ്പോഴും ഫർസാന കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ സൈഫിന് ഭാര്യയോട് ഇടപഴകാൻ കൂടുതൽ ചാൻസ് കിട്ടുന്നേയില്ല. അത് അയാളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നിരാശ പടർത്തിയിരുന്നു. സേഫ് നടക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ഫുട്പാത്തിലേക്ക് പോയി. അപ്പോഴതാ അവൾ ഫർസാനയെ വിളിക്കുന്നു. ഫർസാന, ഇവിടെ വരൂ. ഇതൊന്ന് സേഫിന് കൊണ്ടുപോയി കൊടുക്കണം. സേഫ് ഫുട്പാത്തിലേക്ക് നടന്നിട്ടുണ്ട്. അതുവഴി പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കാണാം. ഞാനോ? ഇതെന്താ? അതൊരു സ്പെഷ്യൽ സാധനമാണ്. അതൊന്ന് കൊണ്ടുപോയി കൊടുക്കണം. ബീവി, വേണ്ട, എനിക്ക് പേടിയാണ്. ബീവി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അതെന്താണ് അങ്ങനെ? നീ ഒന്നും വിഷമിക്കണ്ട, അത് കൊണ്ടുപോയി കൊടുക്കണം. എൻ്റെ ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും ഫർസാനെയും അതുപോലെ തൻ്റെ ഭർത്താവിനെയും തമ്മിലടുപ്പിക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, അവരുടെ ഇടയിൽ സ്നേഹബന്ധം വളർത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു നമ്മുടെ ബീവിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും അവളെ ഇഷ്ടപ്പെടിപ്പിച്ച് അവളെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കാനാണ് അവൾ ഉദ്ദേശിക്കുന്നതും. പക്ഷേ ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. അറബിക്കും അറിയുന്നില്ല. അറബി വിചാരിക്കുകയാണ്, റബ്ബേ, ഞാൻ ഏതോ ഒരു വലിയ തെറ്റുകളിൽ അകപ്പെടാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ അവളുടെ മുഖത്തേക്ക് പോലും ശരിക്കും നോക്കിയിട്ടില്ല. അന്ന് അവിടെ വെച്ച് ആ സാലറി കൊടുത്ത സമയത്ത് മാത്രം അദ്ദേഹം ഒന്ന് നോക്കി. അല്ലാതെ അത് നമ്മുടെ വേലക്കാരികളല്ലേ, അതുകൊണ്ട് മാത്രം. പക്ഷേ ഇപ്പോൾ ആ രീതിയിലല്ല എൻ്റെ ഭാര്യ അവളെ കൊണ്ടുവന്നിട്ടുള്ളത്. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യം അതാ അറബിക്കും തോന്നുകയാണ്. അവളത് മടിച്ചു നിന്നു. വേണ്ട സെയ്ത്തൂൻ ബേബി, പ്ലീസ്, ഞാനിത് കൊടുക്കുന്നത് ശരിയല്ല ഒരിക്കലും. എൻ്റെ പെണ്ണെ, നീ ഒന്ന് ചെല്ലേ. നിർബന്ധിച്ചിട്ട് അവൾ പോകുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴതാ അറബി മടങ്ങി വരുന്നു. അറബി നടന്നു വരുമ്പോൾ തന്നെ അതിൽ പ്രത്യേകം ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഫ്രഷ് ആകുവാൻ വേണ്ടി അതാ വീടിനകത്തേക്ക് ആ സ്വിമ്മിംഗ് പൂളിൽ അകത്തേക്ക് ചെല്ലുകയാണ്. സെയ്ത്തൂൻ എന്നത്തെയും പോലെ അവളെ നീട്ടി വിളിച്ചു. ദാ ആ ഷാംപൂ ഇങ്ങട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ, കാരണം ആ ഒരു രൂപത്തിലായിരിക്കും അദ്ദേഹം അവിടെ. ഫുള്ളായിട്ടുള്ള ആ ഒരു കന്തൂറയും കാര്യങ്ങളും ഒന്നും ധരിച്ചിട്ടുണ്ടാകില്ല. അവർ അതിനുവേണ്ടി വേണ്ടിയിട്ടുള്ള സ്വിമ്മിങ് ഡ്രസ്സിലായിരിക്കും അതിൽ പൂളിൽ നീന്തുന്നത്. സെയ്ത്തൂനെയാണ് വിളിച്ചത്. പക്ഷേ ആ സമയം ഫർസാനയോട് സെയ്ത്തൂൻ ബിബി പറഞ്ഞു, ഫർസാന, ചെല്ലേ, ഈ ഷാംപൂ ഒന്ന് കൊണ്ടുപോയി കൊടുത്തേ. അല്ല, കുളിക്കുന്നിടത്തേക്കോ? കുളിക്കല്ല, ജസ്റ്റ് ഒരു സ്വിമ്മിങ് ആണത്. ചെല്ലേ, നീ ഇത് കൊണ്ടുപോയി കൊടുക്ക്. അവളെ ബീവി നിർബന്ധിക്കുന്നു. പ്ലീസ്, ആദ്യത്തെ പ്രാവശ്യം നീ കേട്ടില്ല. ഇതെങ്കിലും നീ ഒന്ന് ചെല്ല്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. പിന്നെ വീട്ടിലേക്ക് അയക്കാനുള്ള സാലറി കാര്യങ്ങൾ അതെല്ലാം ഞാൻ ഇന്ന് തന്നെ സെറ്റാക്കി തരാം.
അതെല്ലാം നീ അയച്ചു കൊടുക്ക്. വിഷമിക്കണ്ട, ചെല്ല്. ഉമ്മയും ഉപ്പയൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ടാകും. ആ ഷാംപൂ കയ്യിൽ കൊടുത്തുകൊണ്ട് അതാ അവളെ പതുക്കെ അങ്ങോട്ട് തള്ളിവിടുന്നു ജെയ്ത്തൂൻ ബീവി. യാ ജെയ്ത്തൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അപ്പോഴും അവളെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. സ്വിമ്മിങ്ങിന് ജെയ്ത്തൂനെ കൂടി ക്ഷണിക്കുവാനായിരുന്നു ആ ഒരു വിളി. പക്ഷേ അവളത് മടിച്ചു. ഫർസാന അവൾ ആ ഷാംപൂവായി അതാ അറബി കുളിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക്, പൂളിൻ്റെ ഭാഗത്തേക്ക് പതുക്കെ പതുക്കെ പോയി. വേഗം കൊണ്ടുവാ ഡേ, എന്തെത്ര ലേറ്റാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ് അവൾ മനമില്ലാ മനസ്സോടുകൂടി ആ ഷാംപൂ എടുത്ത് അയാളുടെ അടുത്തേക്ക് നീട്ടി, മുഖം തിരിച്ചുകൊണ്ട്. വാ ഇറങ്ങ്, നീ ഇറങ്ങ്. എക്സസൈസിന് നല്ലതാണ് കേട്ടോ. ശരീരത്തിന് വ്യായാമം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ നീന്തണം. നല്ല സ്വിമ്മിങ് നടത്തിയാൽ തന്നെ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. ആ അറബി അത് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് വലിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം മുഖത്തേക്ക് നോക്കിയത്. യാ അല്ലാ, അസ്തഗ്ഫിറുല്ലാ, പഠിച്ചോനെ. അദ്ദേഹം പെട്ടെന്ന് അവിടെ കണ്ടിരുന്ന ആ ഒരു ഡ്രസ്സ് കൊണ്ട് തൻ്റെ ശരീരമാകെ അങ്ങ് പുതച്ചു. യാ അല്ലാ, ജെയ്ത്തൂൻ എവിടെ? ജെയ്ത്തൂൻ ബീവി അവിടെ. നീ എന്തിനും ഇങ്ങോട്ട് വന്നു? അല്പം ശബ്ദത്തോടെയായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. അത് ബീവി പറഞ്ഞതാണ് ഷാംപൂ കൊണ്ടുതരാൻ. ഷോ, പൊയ്ക്കോ എന്ന് പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. അദ്ദേഹം അല്പം ദേഷ്യപ്പെട്ടിരുന്നു. ജെയ്ത്തൂൻ എന്നെ എന്തോ ചതിക്കുവാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്ന പോലെയാണല്ലോ റബ്ബേ എനിക്ക് തോന്നുന്നത്. ഇതുവരെയായിട്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഹേ, എത്രയോ പെണ്ണുങ്ങൾ, എത്രയോ അറബികളുണ്ട് അങ്ങനെ നടക്കുന്നവർ. പക്ഷേ ഞാൻ അത്രക്കാരനല്ല. ഒരിക്കലും ഒരു പെണ്ണിനെ, ഒരു അന്യ പെണ്ണിനെ സ്പർശിക്കുക പോയിട്ട് ഒന്ന് നോക്കാൻ പോലും എനിക്കിഷ്ടമല്ല. ജെയ്ത്തൂൻ നീ എന്തിനാ എന്നോട് ഇങ്ങനെ? അദ്ദേഹത്തിന് സങ്കടം വന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.